Hello, welcome to the final and part 4 video class of the chapter Cell the Unit of Life in +1 Botany and myself Anjana. അപ്പോൾ നമ്മൾ സെൽ ഓർഗനൈസേഷനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ്സ് ആർ ഫൗണ്ട് ഇൻ ഓൾ പ്ലാന്റ് സെൽസ് ആൻഡ് ഇൻ യൂഗ്ലിനോയിഡ്സ്. സോ എല്ലാ പ്ലാന്റ് സെൽസിലും യൂഗ്ലിനോയിഡ്സിലും കാണുന്ന ഒരു കോമൺ ഓർഗനല്ലെയാണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. And they bear some specific pigments, thus imparting specific colors to the plants. And ഈ പ്ലാസ്റ്റിഡ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് അവരിൽ പിഗ്മെൻറ്റ്സ് ഉണ്ട്, ദാറ്റ് ഇസ് കളേർഡ് കോമ്പൗണ്ട്സ് പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ സെല്ലിന് അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് പാർട്ടിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കളർ ഇവർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഏത് ടൈപ്പ് ഓഫ് പിഗ്മെൻ്റ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്നതിൻ്റെ ബേസിസിൽ പ്ലാസ്റ്റിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. 3 terms familiar alle: chloroplast, chromoplast and leucoplast. First of all, chloroplast. Chloroplast എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ക്ലോറോഫിൽ ആൻഡ് ഫോട്ടോസിന്തസിസ്. കറക്റ്റ് തന്നെയാണ്. ക്ലോറോപ്ലാസ്റ്റിനകത്ത് ക്ലോറോഫിൽ ഉണ്ട്, അതോടൊപ്പം തന്നെ സെർട്ടൻ കരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സും ഉണ്ട്, which are responsible for trapping light energy, which are essential for photosynthesis. അടുത്തതാണ് ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റിൽ ആക്ച്വലി പ്രസൻറ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഫാറ്റ് സോലുബിൾ കാരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് ലൈക്ക് കരോട്ടീൻ, സാന്തോഫിൽസ് ആൻഡ് സം അതർ പിഗ്മെൻറ്റ്സ്. സോ ഇവർ കൊടുക്കുന്ന കളർ എന്ന് പറയുന്നത് യെല്ലോ, ഓറഞ്ച് ഓർ റെഡ് കളറാണ്. സോ ക്ലോറോപ്ലാസ്റ്റിലുള്ള ക്ലോറോഫില്ല് ഗ്രീൻ കളർ കൊടുക്കുന്നു. ക്രോമോപ്ലാസ്റ്റിലുള്ള കരോട്ടീൻ, സാന്തോഫിൽസ് ഒക്കെ യെല്ലോ, ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളർ കൊടുക്കുന്നു. നെക്സ്റ്റ് ഈസ് ല്യൂക്കോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റിലെ പാവമാണ് അവരിൽ പാവം, കളർ പിഗ്മെൻറ്റ്സ് ഒന്നുമില്ല. സോ കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആണ് ല്യൂക്കോപ്ലാസ്റ്റ്. അതൊരു 1 word ക്വസ്റ്റ്യൻ മേ ബി ചോദിച്ചേക്കാം. ഡാഷ് ആർ ദ കളർലെസ് പ്ലാസ്റ്റിഡ്സ്. സോ ല്യൂക്കോപ്ലാസ്റ്റ് കളർലെസ് പ്ലാസ്റ്റിഡ് ആണ്. ആൻഡ് ദേ ആർ ഓഫ് വേരിയഡ് ഷേപ്സ് ആൻഡ് സൈസസ് വിത്ത് സ്റ്റോർഡ് ന്യൂട്രിയൻസ്. ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ് തന്നെ 3 രീതിയിലുണ്ട്. അമൈലോപ്ലാസ്റ്റ്, അത് കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ഇലയോപ്ലാസ്റ്റ് which stores oils and fats, and aleuroplast which stores protein. So these are the 3 classification of plastids based upon the type of pigments present on them. Okay. So നമുക്ക് ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. മെജോറിറ്റി ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ദ ഗ്രീൻ പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ മീസോഫിൽ സെൽസ് ഓഫ് ദി ലീവ്സ്. സോ ലീവ്സിലല്ലേ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. സോ ലീവ്സിൽ മീസോഫിൽ സെൽസിലാണ് മോസ്റ്റ്ലി ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത്. And these are lens shaped, oval, spherical, discoid or even ribbon like organelles having variable length 5 to 10 micrometer and width 2 to 4 micrometer. സോ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ലെൻസ് ഷേപ്പ് ആവാം. ലെൻസ് ഷേപ്പ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് കൂടുതലും കാണുന്നത് ഗ്രീൻ ആൽഗീസിലാണ്. പിന്നെ ഓവൽ ഷേപ്പ് ആവാം, സ്പെരിക്കൽ ഷേപ്പ് ആവാം, ഡിസ്കോയിഡ് ഷേപ്പ് ആവാം. ഡിസ്കോയിഡ് ഷേപ്പ് കൂടുതലും കാണുന്നത് ഹയർ പ്ലാന്റ്സ് ലൈക്ക് ട്രീസ്, ഷെർബ്സിലൊക്കെയാണ്. പിന്നെ റിബൺ ലൈക്ക് ആവാം. സോ വേരിയസ് ഷേപ്സിൽ ക്ലോറോപ്ലാസ്റ്റിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെയർ നമ്പർ വേരിയസ് ഫ്രം 1 per cell of the Chlamydomonas, a green algae, to 20 to 40 per cell in the mesophil. സോ ക്ലോറോപ്ലാസ്റ്റിൻ്റെ നമ്പർ പ്ലാന്റ്സിൽ വേരി ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു സെല്ലിനകത്ത് 1 എന്ന കണക്കിലാവാം, അല്ലെങ്കിൽ ഒരു സെല്ലിനകത്ത് 20 to 40 എന്ന രീതിയിലാവാം. ആൻഡ് മൈറ്റോകോൺട്രിയ പോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റും ഡബിൾ മെംബ്രെയിൻ ബൗണ്ടാണ്. സോ മൈറ്റോകോൺട്രിയെ കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലേ. മൈറ്റോകോൺട്രിയ ഡബിൾ മെംബ്രെയിൻ ബൗണ്ടായിരുന്നു. ഒരു ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിനും ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. കണ്ടോ, ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. Of the two, the inner membrane is relatively less permeable. So when compared to outer membrane, inner membrane of the chloroplast എന്ന് പറയുന്നത് less permeable ആണ്. The space limited by the inner membrane of the chloroplast is called the stroma. So inner membrane അകത്തുള്ള സ്പേസിനെ പറയുന്ന പേരാണ് സ്ട്രോമ. നിങ്ങൾ കണ്ടോ, ഇതാണ് ഇന്നർ മെംബ്രെയിൻ. ആ ഇന്നർ മെംബ്രെയിൻ അകത്തുള്ള അത് എൻക്ലോസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു അക്വസ് ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് സ്ട്രോമ. ഈ യെല്ലോ പോർഷൻസ്, ആ ഒരു ഫുൾ പോർഷനെ പറയുന്ന പേരാണ് സ്ട്രോമ. A number of organized flattened membranous sacs called the thylakoids are present in stroma. So സ്ട്രോമയിൽ ഫ്ലാറ്റൻഡ് മെംബ്രേനിയസ് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആണ്. അതിനെ പറയുന്ന പേരാണ്
തൈലക്കോയിഡ്സ്. സോ കണ്ടോ, സോ ഇതാണ് സ്ട്രോമ. സ്ട്രോമയിൽ ഫ്ലാറ്റ് ആൻഡ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, കണ്ടോ ഈ ഓരോ ഗ്രീൻസ്. സോ ഇതിനെ പറയുന്ന പേരാണ് തൈലക്കോയിഡ്സ്. Chlorophyll pigments are present in the thylakoids. So green plants ൽ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് മീസോഫിൽ സെൽസിലാണ്. ആ ക്ലോറോപ്ലാസ്റ്റിൽ ക്ലോറോഫില്ല് കാണുന്നത് ഈ മെംബ്രേനിയസ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള തൈലക്കോയിഡ്സിലാണ്. Thylakoids are arranged in stalks like the piles of coins called the grana. സോ നമ്മൾ ഈ നാണയങ്ങൾ നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നമ്മളൊരു പൈല് പോലെ ഉണ്ടാക്കത്തില്ലേ, സോ അതുപോലെയാണ് ആക്ച്വലി നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിനകത്ത് ഈ തൈലക്കോയിഡ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ കണ്ടോ, ഇതിൻ്റെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിന് നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയുന്നു. കുറേ തൈലക്കോയിഡ്സ് ചേർന്നുള്ള ആ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറിനെ നമ്മൾ ഗ്രാന എന്ന് പറയുന്നു. ഗ്രാനം സിംഗുലർ ഫോം, ഗ്രാന പ്ലൂറൽ ഫോം. ഓക്കെ. In addition, there are flat membranous tubules called stroma lamella connecting the thylakoids of different grana. പല ഗ്രാനാസിൻ്റെ, അതായത് ഡിഫറെൻറ്റ് ഗ്രാനാസിൻ്റെ തൈലക്കോയിഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മെംബ്രേനിയസ് ട്യൂബ്യൂളാണ് സ്ട്രോമ ലാമെല്ലെ. കണ്ടോ, ഇതൊരു ഗ്രാന, ഇതൊരു ഗ്രാന. അവരിലുള്ള തൈലക്കോയിഡ്സിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു മെംബ്രേനിയസ് ട്യൂബ്യൂളാണ് ലാമെല്ലെ. The membrane of the thylakoids encloses a space called a lumen. സോ തൈലക്കോയിഡിനകത്തുള്ള ആ ഒരു മെംബ്രേനിയസ് സ്പേസിനെ പറയുന്ന പേരാണ് ലൂമൻ. The stroma of the chloroplast contains enzymes required for the synthesis of carbohydrates and proteins. സോ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഇന്ന മെംബ്രെയിനകത്തുള്ള സ്പേസായ സ്ട്രോമയിൽ എൻസൈംസ് പ്രസൻറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫറെൻറ്റ് കാർബോഹൈഡ്രേറ്റ്സിനെയും പ്രോട്ടീൻസിൻ്റെയൊക്കെ സിന്തസിസിന് വേണ്ടിയിട്ട്. And it also contains small double-stranded circular DNA molecules and ribosomes. So similar to that of mitochondria, chloroplast also contains small double-stranded circular DNA. So chloroplastil DNA ഉണ്ട് and also ribosome ഉണ്ട്. The ribosome of the chloroplast is smaller, 70S, than the cytoplasmic ribosome, 80S. So നമ്മൾ ബേസിക്കലി പറയുമ്പോൾ യുക്കാരിയോട്ടിക് സെൽസിൽ പ്രസൻറ്റ് ആയിട്ടുള്ള റൈബോസോം 80S ആണ്. സോ ക്ലോറോപ്ലാസ്റ്റ് എന്ന ഓർഗനലിലേക്ക് അകത്തുള്ള റൈബോസോം 70S ആണ്. വൺ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ സൈറ്റോപ്ലാസ്മിക് റൈബോസോം അവർ 80S ആണ്. സോ സൈറ്റോപ്ലാസ്മിക് റൈബോസോം 80S ആണ്, പക്ഷേ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന ഓർഗനലിലുള്ള റൈബോസോം 70S ആണ്. കൺഫ്യൂഷൻ ആവരുത്. നെക്സ്റ്റ് കം റൈബോസോം. ഫസ്റ്റ് ആദ്യമായിട്ട് റൈബോസോമിനെ ഒബ്സർവ് ചെയ്തത് ജോർജ് പലേഡാണ് ഇൻ 1953. സോ പണ്ട് ഞാനിത് ഓർത്ത് വെച്ചിരുന്ന ഒരു കോഡാണ്, പാലോടുള്ള ജോർജ് ഏട്ടനാണ് റൈബോസോം കണ്ടുപിടിച്ചത്. സോ നിങ്ങൾക്കത് മേ ബി ഹെൽപ്ഫുൾ ആവാം അല്ലേ, സിമ്പിൾ അല്ലേ. പാലോടുള്ള ജോർജ് ഏട്ടനാണ് റൈബോസോം കണ്ടുപിടിച്ചത്. പാലോട് എന്ന സ്പെല്ലിംഗ് എഴുതി വെക്കരുത്, ആക്ച്വലി ഇത് പലേഡ് എന്നാണ്. ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ്. സോ ജോർജ് പലേഡ് ഇൻ 1953 ഫസ്റ്റ് ഒബ്സർവ് റൈബോസോം. They are composed of ribonucleic acid, RNA and proteins and are not surrounded by any membrane. നമ്മൾ നേരത്തെ പഠിച്ച പല ഓർഗനൈസേഷനെയും ബൗണ്ട് ചെയ്തുകൊണ്ട് ഒന്നും രണ്ടും ഒക്കെ മെംബ്രെയിൻസ് ഉണ്ടായിരുന്നു അല്ലേ, പക്ഷേ റൈബോസോമിൽ അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിനും ഇല്ല. ആൻഡ് ഇതിൽ റൈബോസോമിൽ റൈബോന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസും ഉണ്ട്. The eukaryotic ribosomes are 80S while the prokaryotic ribosomes are 70S. അപ്പോൾ ഇതൊരു നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. യുക്കാരിയോട്ടിക് സെൽസിലുള്ള റൈബോസോം 80S ആണ്, പ്രൊക്കാരിയോട്ടിക് സെൽസിലുള്ള റൈബോസോം 70S ആണ്. ആൻഡ് ഈ എസ് എന്ന് പറയുന്നത് സ്വെഡ്ബർഗ്സ് യൂണിറ്റ് ആണ്, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻറ്റ്. ഈ സ്വെഡ്ബർഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ മെഷർ ഓഫ് പാർട്ടിക്കിൾസ് സൈസ് ബേസ്ഡ് ഓൺ ഇറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് അണ്ടർ ദ ആക്സിലറേഷൻ. സോ ആക്സിലറേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പാർട്ടിക്കിൾ സെഡിമെൻറ്റ് ചെയ്യാനെടുക്കുന്ന ആ ഒരു ടൈം, അതാണ് ആക്ച്വലി ഈ സ്വെഡ്ബർഗ് യൂണിറ്റ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ദ യൂണിറ്റ് ഓഫ് ടൈം ഇൻ 10⁻³ സെക്കൻഡ് എന്നുള്ള രീതിക്കാണ് ആക്ച്വലി ഈ സ്വെഡ്ബർഗ് യൂണിറ്റ് പറയുന്നത്. Both 70S and 80S ribosomes are composed of 2 subunits. So റൈബോസോമിൽ ആക്ച്വലി 2 subunits ഉണ്ടാകും, ഒരു ലാർജ് സബ്യൂണിറ്റും ഒരു സ്മോളർ സബ്യൂണിറ്റും. സോ നമ്മൾ പ്രൊക്കാരിയോട്സിൻ്റെ കേസിൽ പഠിച്ചപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ 2 കൈകൾ ഇങ്ങനെ എൻക്ലോസ് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു പോലത്തെ സ്ട്രക്ചറാണ് റൈബോസോമിന്. ഒരു ലാർജ് സബ്യൂണിറ്റും ഉണ്ടാകും, ഒരു സ്മോളർ സബ്യൂണിറ്റും ഉണ്ടാവും.
റൈബോസോമിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൈമറിലി പ്രോട്ടീൻ സിന്തസിസ്. Cytoskeleton. It's an elaborate network of filamentous proteinaceous structures present in the cytoplasm is collectively referred to as the cytoskeleton. So, നമ്മുടെ സെല്ലിലെ സൈറ്റോപ്ലാസിലുള്ള പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചേഴ്സിൻ്റെ എല്ലാം കൂടിയുള്ളൊരു ഫിലമെൻ്റസ് നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് സൈറ്റോസ്കെൽട്ടൺ എന്ന്. ആൻഡ് സൈറ്റോസ്കെൽട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് എല്ലാം കൂടി ഇൻ്റർലിങ്ക് ചെയ്ത് നമ്മുടെ സെല്ലിൻ്റെ ന്യൂക്ലിയസ് മുതൽ സെൽ മെംബ്രെയിൻ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഇലോബറേറ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ആക്ച്വലി സൈറ്റോസ്കെൽട്ടൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിഗറിൽ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഓഫ് സൈറ്റോസ്കെൽട്ടൺ ഏതാണ്ട് ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് സൈറ്റോസ്കെൽട്ടൺ ഒരുപാട് ഫങ്ഷൻസ് പ്ലേ ചെയ്യുന്നുണ്ട്, ലൈക്ക് ടു ഇമ്പോർട്ട് മെക്കാനിക്കൽ സപ്പോർട്ട്, മോട്ടിലിറ്റി, മെയിൻ്റനൻസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ സെൽ. സീലിയ ആൻഡ് ഫ്ലജല്ല. സീലിയ ആൻഡ് ഫ്ലജല്ല എന്ന് പറയുന്നത് സെൽ മെംബ്രെയിനിൽ നിന്നുള്ള ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ് ആണ്. സീലിയ വെൻ കമ്പയർഡ് ടു ഫ്ലജല്ല, സീലിയ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്മോൾ സ്ട്രക്ചേഴ്സ് ആണ് വിച്ച് വർക്ക്സ് ലൈക്ക് ഓർ, അതായത് മൂവ്മെൻറ്റിനെ സഹായിക്കുന്നു, നീന്തി പോകുന്ന പോലത്തെ, ആൻഡ് കോസിങ് ദ മൂവ്മെൻറ്റ് ഓഫ് ഐദർ ദ സെൽ ഓർ ദ സറൗണ്ടിങ് ഫ്ലൂയിഡ്. ഫ്ലജല്ല എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ലോങ്ങർ ആണ് ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ സെൽ മൂവ്മെൻറ്റ്. ദ പ്രൊക്കാരിയോട്ടിക് ബാക്ടീരിയ ഓൾസോ പൊസസസ് ഫ്ലജല്ല, ബട്ട് ദീസ് ആർ സ്ട്രക്ചറലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി യൂക്കാരിയോട്ടിക് ഫ്ലജല്ല. സോ സീലിയ കുറച്ചുകൂടെ സ്മോൾ സ്ട്രക്ചേഴ്സ് ആണ്, മോർ ഇൻ നമ്പേഴ്സ് ഉണ്ടാവാം, ആൻഡ് അതേഴ്സ് ഒന്നുകിൽ സെല്ലിൻ്റെ അല്ലെങ്കിൽ സറൗണ്ടിങ് ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റിനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഒരു തുഴയുന്ന ടൈപ്പ് ഓഫ് ജോലിയാണ് സീലിയ ചെയ്യുന്നത്. ആൻഡ് ഫ്ലജല്ല എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോങ്ങർ ആണ്, ലെസ് ഇൻ നമ്പർ ആണ്, മേ ബി സിംഗിളൊക്കെ ഉണ്ടാകത്തുള്ളൂ, ആൻഡ് ഇത് സെല്ലിനെ മൂവ് ചെയ്യിക്കാനാണ് ചെയ്യുന്നത്. ആൻഡ് പ്രൊക്കാരിയോട്സിലും യൂക്കാരിയോട്സിലും ഫ്ലജല്ല പ്രസൻറ്റ് ആണ്, പക്ഷേ എൻറ്റയർലി സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണ്. സീലിയം ആൻഡ് ഫ്ലജല്ലം ആർ കവേർഡ് വിത്ത് പ്ലാസ്മ മെംബ്രെയിൻ. സോ സീലിയത്തിനെയും ഫ്ലജല്ലിനെയും കവർ ചെയ്തുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ആയിട്ട് ആരുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. The core, called the axonium, possesses a number of microtubules running parallel to the long axis. So ഇവരിനകത്ത്, അതായത് ഇവരുടെ കോർ, അതായത് ആക്സോണിയം, അവരിൽ ഒരുപാട് മൈക്രോ ട്യൂബ്യൂൾസ് പ്രസൻ്റ് ആണ്. കണ്ടോ, ഇവരിൽ ഒരുപാട് മൈക്രോ ട്യൂബ്യൂൾസ് പ്രസൻ്റ് ആണ്. The axonium usually has 9 pairs of doublets of radially arranged peripheral microtubules and a pair of centrally located microtubules. ആകെ കൺഫ്യൂഷൻ ആയോ കേട്ടിട്ട്? കൺഫ്യൂഷൻ അടിക്കേണ്ട, നമുക്ക് ഇപ്പോൾ ശരിയാക്കാം. സോ നമ്മൾ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് പ്ലാസ്മ മെംബ്രെയിൻ, അപ്പോൾ അതിനകത്ത് ഒരുപാട് മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ട്. ഈ മൈക്രോ ട്യൂബ്യൂൾസ് എല്ലാം ഡബ്ലറ്റ്സ് ആണ്, അത് 2 ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഈ 2 ഒരു സെറ്റ് അങ്ങനെ. അപ്പോൾ സോ 1 2 3 4 5 6 7 8 9. സോ ഡബ്ലറ്റ്സ് ആയിട്ടുള്ള മൈക്രോ ട്യൂബ്യൂൾസ് 9 ഉണ്ട്. ആൻഡ് ഓൾസോ ഒരു സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെയർ ഓഫ് മൈക്രോ ട്യൂബ്യൂളും ഉണ്ട്. ഓക്കെ, such an arrangement of axonal microtubules is referred to as 9+2 array. So ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് 9+2 array. The central tubules are connected by bridges and is also enclosed by a central sheath, which is connected to one of the tubules of each peripheral doublets by a radial spoke. So നമ്മൾ പറഞ്ഞു സെൻട്രൽ ട്യൂബ്യൂളിനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ബ്രിഡ്ജ് ഉണ്ട്, ആൻഡ് ഓൾസോ ഇതിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് കവർ ചെയ്തുകൊണ്ട് ഒരു സെൻട്രൽ ഷീത്തും ഉണ്ട്. ഈ റെഡ് റീജിയൻ കണ്ടോ, ഈ സെൻട്രൽ ട്യൂബ്യൂളിനെ കവർ ചെയ്തുകൊണ്ട് സെൻട്രൽ ഷീത്ത് ഉണ്ട്. ആൻഡ് ഈ സെൻട്രൽ ഷീത്ത് എന്ന് പറയുന്നത് ഓരോ പെരിഫറൽ മൈക്രോട്യൂബ്യൂൾ ഡബ്ലറ്റ്സ്, ഈ 9 കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അവരുമായിട്ട് ഒരു ഒരു റേഡിയൽ സ്പോക്ക് വഴി കണക്റ്റഡ് ആണ്. കണ്ടോ, ഒരു ലൈൻ പോലെ കണ്ടോ. സോ ഓരോ പെരിഫറൽ ഡബ്ലറ്റും ഈ സെൻട്രൽ ഷീത്തുമായിട്ട് സ്പോക്ക് വഴി കണക്റ്റഡ് ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടലി 9 റേഡിയൽ സ്പോക്സും പ്രസൻറ്റ് ആണ്. The peripheral doublets are also interconnected by linkers. ഈ ഓരോ ഡബ്ലറ്റ്സും പരസ്പരം കണ്ടോ, ഈ ഓരോ ഡബ്ലറ്റ്സും പരസ്പരം ഒരു ഇൻറ്റർ ഡബ്ലറ്റ് ബ്രിഡ്ജ് വെച്ച് കണക്റ്റഡ് ആണ്.
Both the cilium and flagellum emerge from the centriole-like structures called the basal body. So basal body യിൽ നിന്നുമാണ് cilium and flagella emerge ചെയ്യുന്നത്. Centrosome and centriole. Centrosome is an organelle usually containing two cylindrical structures called centrioles. So centrosome എന്ന് പറയുന്ന organelle രണ്ട് cylindrical structures ഉണ്ട് called centrioles. കണ്ടോ? ഈ സെല്ലിനകത്ത് ഒരു സെൻട്രോസോം ഉണ്ട്. ആ സെൻട്രോസോമിൽ രണ്ട് സെൻട്രിയോൾസ് പ്രസൻ്റ് ആണ്. They are surrounded by amorphous pericentriolar materials. Both the centrioles in the centrosome lie perpendicular to each other, in which each has an organization like a cartwheel. ഈ രണ്ട് സെൻട്രിയോൾസും പരസ്പരം ഒരു പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവർക്കൊരു കാർട്ട്വീൽ ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്. കണ്ടോ? ഏതാണ്ട് ഇതുപോലത്തെ ഒരു കാർട്ട്വീൽ ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ് അവർക്കുള്ളത്. They are made up of 9 evenly spaced peripheral fibrils of tubulin proteins. So tubulin proteins-ൻ്റെ ഫൈബ്രിൽസ് വെച്ചിട്ടാണ് 9 ഫൈബ്രിൽസ് വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം. കണ്ടോ? ഓരോ ഫൈബ്രിൽസും 1 2 3 4 5 6 7 8 9. സോ 9 evenly spaced peripheral fibrils of tubulin proteins കൊണ്ടാണ് ഇത് മേക്കപ്പ് ചെയ്തേക്കുന്നത്. ഈച്ച് ദ പെരിഫറൽ ഫൈബ്രിൽ ഈസ് എ ട്രിപ്ലെറ്റ്. ഓരോ പെരിഫറൽ ഫൈബ്രിലും ട്രിപ്ലെറ്റ് ആണ്. കണ്ടോ? 3 വെച്ചുണ്ട്. ഇതൊരു ഫൈബ്രിലാണ്. ഫൈബ്രിലിനകത്ത് 1 2 3. അതുപോലെ ഓരോ ഫൈബ്രിൽസും ട്രിപ്ലെറ്റ് ആണ്. അഡ്ജസൻറ്റ് ട്രിപ്ലെറ്റ്സ് ആർ ഓൾസോ ലിങ്ക്ഡ്. അഡ്ജസൻറ്റ് ട്രിപ്ലെറ്റ്സ് പരസ്പരം കണക്റ്റഡും ആണ്. The central part of the proximal region of the centriole is also proteinaceous and called the hub. So centriole-ൻ്റെ സെൻറ്റർ പോർഷനെ പറയുന്ന പേരാണ് ഹബ്. കണ്ടോ? ഇതൊരു സെൻട്രിയോളാണ്. എൻ്റെ സെൻറ്റർ പോർഷനെ പറയുന്ന പേരാണ് ഹബ്. The centrioles form the basal body of cilia and flagella and spindle fibers that give rise to spindle apparatus during cell division in animal cells. So cell division കുറിച്ചൊക്കെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. ആൻഡ് ഹബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഹബ് which is connected with tubules of the peripheral triplets by radial spokes made up of protein. നമ്മൾ പറഞ്ഞു central region which is called as hub, and also ഈ central region ഹബും ഈ ട്രിപ്ലെറ്റ്സിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് സ്പോക്സ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത ആളാണ് റോബർട്ട് ബ്രൗൺ. Later the material of the nucleus stained by basic dye was given the name chromatin by Fleming. പിന്നീട് ന്യൂക്ലിയസിനകത്തുള്ള മെറ്റീരിയലിനെ ബേസിക് ഡൈ വെച്ച് സ്റ്റെയിൻ ചെയ്ത് അതിനെ ക്രൊമാറ്റിൻ എന്ന പേര് കൊടുത്തത് ഇസ് ഫ്ലെമിംഗ്. The interface nucleus, that is a nucleus of the cell which is not dividing, has highly extended and elaborate nuclear protein fibers called the chromatin, nuclear matrix, and one or more spherical bodies called a nucleoli. So division undergo ചെയ്യാതെ ഇൻ്റർഫേസിൽ ഇരിക്കുന്ന ഒരു ന്യൂക്ലിയസിൽ ക്രോമാറ്റിൻ ഉണ്ടാവും. നിങ്ങൾ ഫിഗർ ശ്രദ്ധിക്കണം കേട്ടോ. ക്രോമാറ്റിൻ ഉണ്ടാവും, ന്യൂക്ലിയർ മാട്രിക്സ് ഉണ്ടാവും, ഒന്നിൽ കൂടുതലോ സ്പെരിക്കൽ ബോഡീസ് കോൾഡ് ന്യൂക്ലിയോലൈ ഉണ്ടാവും. Nuclear envelope consists of two parallel membranes with a space between 10 to 50 nanometer called the perinuclear space. So ന്യൂക്ലിയർ എൻവലപ്പിൽ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ആ രണ്ട് മെംബ്രെയിൻസിന് ഇടയ്ക്കുള്ള സ്പേസിനെ പറയുന്ന പേരാണ് പെരിന്യൂക്ലിയർ സ്പേസ്, which forms a barrier between the materials present inside the nucleus and that of the cytoplasm. So ഈ ഒരു സ്പേസ് ആണ് ആക്ച്വലി ന്യൂക്ലിയസിന് ഔട്ട്സൈഡ് ആൻഡ് ന്യൂക്ലിയസിന് ഇൻസൈഡ് ആ ഒരു റീജിയനെ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. The outer membrane usually remains continuous with the endoplasmic reticulum and also biased ribosome. നമ്മൾ endoplasmic reticulum പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ദാറ്റ് ഈസ് ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് endoplasmic reticulum പോകുന്നത്, എസ്പെഷ്യലി റഫ് endoplasmic reticulum. സോ ന്യൂക്ലിയസിൻ്റെ ഔട്ടർ മെംബ്രെയിൻ കണ്ടിന്യൂസ് ടു റഫ് endoplasmic reticulum so that it bears ribosomes. കണ്ടോ? ഫിഗറിൽ കണ്ടോ? ഇത് ന്യൂക്ലിയർ എൻവലപ്പിലെ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് which continues to endoplasmic reticulum.
At a number of places, the nuclear envelope is interrupted by minute pores which are formed by the fusion of its two members. So, ചില റീജിയൻസിൽ ന്യൂക്ലിയർ പോർസ് പ്രസൻ്റ് ആണ്. കണ്ടോ, ന്യൂക്ലിയർ പോർസ് പ്രസൻ്റ് ആണ് ചില റീജിയൻസിൽ. And these nuclear pores are the passages through which movement of RNA and protein molecules take place in both directions between the nucleus and the cytoplasm. So, ഈ ഒരു പോർ ലൈക്ക് സ്ട്രക്ചറിൽ കൂടിയാണ് ആക്ച്വലി ന്യൂക്ലിയസും സൈറ്റോപ്ലാസത്തിനും തമ്മിലായിട്ടുള്ള ഓരോ മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റ്, ആ ഒരു ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ആക്ച്വലി RNA അല്ലെങ്കിൽ പ്രോട്ടീൻസ് പോലുള്ള മോളിക്യൂൾസിൻ്റെ ആ ഒരു ട്രാൻസ്പോർട്ട് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു ന്യൂക്ലിയർ പോർ വഴിയാണ്. Normally, there is only one nucleus per cell. Variations in the number of nuclei are also frequently observed. So, normal കേസിൽ ഒരു സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ മോർ ദാൻ വൺ ന്യൂക്ലിയസ് പ്രസൻറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസും ഹാപ്പൻ ചെയ്യാറുണ്ട്. Some mature cells even lack nucleus. So, nucleus ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. For example, erythrocytes, that is red blood cells, are bases of many mammals and sail tube cells of vascular plants. So, ഒരു സെല്ലിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവാറുള്ളൂ സാധാരണ, പക്ഷെ ഒന്നിൽ കൂടുതലുള്ള കണ്ടീഷൻ ഉണ്ടാകാം, ന്യൂക്ലിയസേ ഇല്ലാത്ത കണ്ടീഷനും ഉണ്ടാകാം. The nuclear matrix or the nucleoplasm contains nucleolus and chromatin. So, nuclear matrix, അത് ന്യൂക്ലിയസിനകത്തുള്ള ആ സ്പേസിൽ എന്തൊക്കെ ഉണ്ടാവും? ന്യൂക്ലിയോലസും ഉണ്ടാവും, ക്രോമാറ്റിനും ഉണ്ടാവും. നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ് ക്രോമാറ്റിൻ ആൻഡ് ഇതാണ് ന്യൂക്ലിയോലസ്. The nucleoli are spherical structures present in the nucleoplasm. The content of nucleolus is continuous with the rest of the nucleoplasm and it is not a membrane bound structure. So, nucleolus എന്ന് പറയുന്നത് ഒരു membrane bound structure അല്ല, അതൊരു spherical shaped ആണ്. It is a site for active ribosomal RNA synthesis. So, ribosomal RNA synthesis actively take place ചെയ്യുന്നത് nucleolusലാണ്. Larger and more numerous nucleoli are present in cells actively carrying out protein synthesis. So, protein synthesis actively carry out ചെയ്യുന്ന സെൽസിൽ larger and more number of nucleoli present ആയിരിക്കും. You may recall that the interface nucleus has a loose and indistinct network of nucleoprotein fibers called chromatin. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡിവിഷൻ അണ്ടർഗോ ചെയ്യാതിരിക്കുന്ന സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ് ഫൈബർ ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ് ലൈക്ക് chromatin. But during different stages of cell division, cells show structured chromosome in place of nucleus. So, cell division undergo ചെയ്യുമ്പോൾ ഈ ക്രോമാറ്റിൻ സ്ട്രക്ചർ മാറിയിട്ട് ക്രോമസോംസ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ, സെൽ ഡിവിഷൻ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. സോ, ഒരു എക്സ് ലൈക്ക് ഷേപ്പാണ് ആക്ച്വലി ക്രോമസോമിനുള്ളത്. And chromatins contain DNA and some basic proteins called histones, some non-histone proteins and also RNA. So, നമ്മൾ ക്രോമാറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ അതിൽ DNA പ്രസൻറ്റ് ആണ്, പിന്നെ ബേസിക് പ്രോട്ടീൻസ് കോൾഡ് ഹിസ്റ്റോൺസ് ആൻഡ് ഓൾസോ non-histone പ്രോട്ടീൻസും RNAയും പ്രസൻറ്റ് ആണ്. A single human cell has approximately 2 meter long thread of DNA distributed among its 46, that is 23 pairs of chromosome. ഒരു ഹ്യൂമൻ സെല്ലിൽ approximately 2 meter long thread ആണ് of DNA which is distributed among the 23 pairs of chromosome. So, ഒരു DNA പാക്കേജിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ +2 നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. Every chromosome essentially has a primary construction or the centromere on the sides of which disc-shaped structures are called kinetochores are present. So, നിങ്ങൾ നോക്കിക്കേ, ഒരു സെൻട്രോമിയറിക് റീജിയനും ഉണ്ട് ആൻഡ് ആ ഒരു സെൻട്രോമിയറിക് റീജിയനിൽ രണ്ട് സൈഡ്സിലായിട്ട് ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് ആണ്. അതിനെ പറയുന്ന പേരാണ് കൈനറ്റോകോർ. ആൻഡ് ഇതൊരു ക്രോമസോമൽ സ്ട്രക്ചറാണ്. ആൻഡ് ഇതിൽ കണ്ടതിനാണ് ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്. ഇത് ഒന്ന് ക്രോമാറ്റിഡ് ആൻഡ് ദിസ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ആൻഡ് ഇതൊരു ബേസിക്കലി ഒരു ക്രോമസോമിൻ്റെ സ്ട്രക്ചറാണ്. ആൻഡ് ഇതിൽ രണ്ട് ആംസ് ഉണ്ട്, ലൈക്ക് പി ആം, ഒരു പി ആം ഉണ്ട്, ക്യൂ ആംസും ഉണ്ട്. പി ആം ഷോർട്ടർ ആം ആണ്, ക്യൂ ആം ലോങ് ആംസ് ആണ്. സോ, ദിസ് ഇസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ ക്രോമസോം. Based on the position of centromere, the chromosomes can be classified into 4 types. So, centromere പൊസിഷൻ്റെ ബേസിസിൽ നമുക്ക് ക്രോമസോമിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, മെറ്റാസെൻട്രിക് ക്രോമസോം. മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറയുമ്പോൾ മെറ്റാസെൻട്രിക് ക്രോമസോമിൽ സെൻട്രോമിയർ മിഡിലായിട്ടായിരിക്കും. സോ, ക്രോമസോമിൻ്റെ രണ്ട് ആംസും ഈക്വൽ ആയിരിക്കും.
സബ്മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറയുമ്പോൾ അവരുടെ സെൻട്രോമിയർ സ്ലൈറ്റ്ലി എവേ ഫ്രം ദ മിഡിൽ ആയിരിക്കും. സോ ഒരു ആം ഷോർട്ടറും മറ്റേ ആം ലോങ്ങറും ആയിരിക്കും. അക്രോസെൻട്രിക് ക്രോമസോം എന്ന് പറയുമ്പോൾ ഇവരുടെ സെൻട്രോമിയർ എന്ന് പറയുന്നത് സിറ്റുവേറ്റഡ് ക്ലോസ് ടു ഇറ്റ്സ് എൻഡ്, ഫോമിങ് വൺ എക്സ്ട്രീംലി ഷോർട്ട് ആം ആൻഡ് വൺ വെരി ലോങ് ആം. സോ ഒരു ആംസ് വളരെ ഷോർട്ടും ആയിരിക്കും, മറ്റേ ആംസ് വളരെ ലോങ്ങും ആയിരിക്കും. ആൻഡ് ടീലോസെൻട്രിക് ക്രോമസോം എന്ന് പറയുമ്പോഴത്തേക്കും സെൻട്രോമിയർ ടെർമിനലായിരിക്കും, അതായത് എൻഡിലായിരിക്കും ഇരിക്കുന്നത്. Sometimes a few chromosomes have non-staining secondary constrictions at the constant location. This gives appearance of a small fragment called a satellite. So ചില സമയത്ത് ചില ക്രോമസോംസിൽ ഒരു നോൺ സ്റ്റെയിനിങ് ആയിട്ടുള്ളൊരു സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഉണ്ടാവും, ആൻഡ് അവരൊരു സാറ്റലൈറ്റ് ലൈക്ക് അപ്പിയറൻസ് കൊടുക്കും. And microbodies, many membrane-bound minute vesicles called microbodies that contains various enzymes are present in both animal and plant cells. So microbodies എന്ന് പറയുമ്പോഴത്തേക്കും basically like peroxisomes, glyosomes, glycosomes, hydrogenosomes, ഇതൊക്കെയാണ് മൈക്രോബോഡീസ് എന്ന് പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണ്ട. സോ ഇവരെന്ന് പറയുന്നത് സ്പെരിക്കൽ ഷേപ്ഡ് വെസിക്കിൾസ് ആണ്. ഇവർക്ക് കൺസേൺഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. സോ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങൾ മസ്റ്റായിട്ടും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. എന്നാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും, കുറേ കൂടി നന്നായിട്ട് ബ്രെയിനകത്ത് ഫീഡ് ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ യുവർ ടൈം, താങ്ക് യു ഫോർ ലിസണിങ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. സോ താങ്ക് യു.